തലമുടി ഉണ്ടല്ലോ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരാനൊക്കെ ആയിട്ട് മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ഹെയർ സിറം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ ഈ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് ഹെയർ സിറം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 1-2 മാസമൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് വീതം എടുത്തിട്ട് കയ്യിൽ നിന്ന് എടുത്ത് തിരുമിയിട്ട് നിങ്ങൾക്ക് തലമുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. ബോയ്സിനും തലയിൽ തേക്കട്ടെ, മുടി നല്ല തിളക്കത്തിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങൾ ഫ്ലാക്സ് സീഡ് നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാം, അതല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ വേണമെങ്കിൽ ടാഗ് താഴെ ചെയ്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ കയറി വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്ലാക്സ് സീഡ് ഒരു 1-2 സ്പൂണോളം എടുത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എടുക്കുക. അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ ഹെയർ സിറം ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്, അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉലുവ തലേന്ന് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായി. ആ കുതിർത്തി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് തേക്കാം, നീർക്കെട്ട് വീഴത്തില്ല. അത് മാത്രമല്ലാണ്ട് ഈ കരിഞ്ജീരകം തലമുടി നല്ല കറുപ്പോടുകൂടി വളരാൻ നല്ലതാണ് കരിഞ്ജീരകം എണ്ണ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം മുടിക്ക് നല്ല കറുപ്പും കിട്ടുകയും ചെയ്യും, മുടി കൊഴിച്ചിലും മാറും, നീർക്കെട്ട് വീഴത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പിന്നെ നമുക്കുണ്ടല്ലോ ഈ കരിഞ്ജീരകം തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അകാലനര ഉള്ളവർക്ക് നല്ലതാണ്, മുടി നരയ്ക്കാതിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇല്ലേ, ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുത്താലും മതി. അപ്പം ശംഖുപുഷ്പം ആയതുകൊണ്ട് നീല കളറിൽ ഹെയർ സിറം ആയിട്ട് കിട്ടും, ചെമ്പരത്തിപ്പൂവ് ചേർക്കണമെങ്കിൽ ചുവന്ന കളറിൽ ഹെയർ സിറം ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂ എല്ലാവരും വീടുകളിൽ പരിസരത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്താലും മതി. ഇത് തലയിൽ താരനും തലയിൽ പേൻശേലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2 തണ്ട് ഈ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, താരം മാറും. അതുപോലെ തന്നെ പേൻശേലും തലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തീ കൂട്ടിയിടരുത്. ഇത് കണ്ടില്ല ഇങ്ങനെ പാല് പോലെ പൊന്തി പുറത്തിട്ട് ചാടി വരും. അപ്പം ഒരു 2 ഇട്ടിട്ട് നിങ്ങൾ തിളപ്പിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തിളച്ച് മറയുന്ന രീതിയിൽ കുറേ നേരം നിങ്ങളവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് ഇട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചുവന്ന രീതിയിൽ ശരിക്കും കളറൊക്കെ ഇളകി വരും. നിങ്ങൾ ഫ്ലാക്സ് സീഡാണോ വെച്ചുണ്ടാക്കുന്നത്, ശംഖുപുഷ്പമാണോ വെച്ചുണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ നീല കളറിലായിട്ട് വരും. അപ്പോൾ ചൂടാറാനായിട്ട് നോക്കി നിൽക്കരുത്, പെട്ടെന്ന് തന്നെ ചൂടിനോടെ തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിച്ച ചാടി പോരത്തില്ല, ഒരു ജെല്ലി പരുവത്തിലായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അരിച്ചെടുത്തോളണം. ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ ആ ചൂടിനോടെ തന്നെ ആകുമ്പോൾ ചെറിയൊരു താളി പോലെ വലിച്ചിലുണ്ടാവുള്ളൂ. പക്ഷേ ഇത് ചൂടാറി കഴിയുമ്പം അരിച്ചാൽ കിട്ടില്ല. ഇത് കണ്ട് നമ്മൾ കയ്യിലെടുത്താലും കിട്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബളുബിളാന്നിരിക്കും, ഈ ഒരു ജെല്ല് പോലെ ഇരിക്കും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലതാണ് ഈ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തലയുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ കുഞ്ഞു ബേബി ഹെയർസ് ചേർത്ത് നല്ല രീതിയിൽ മുടി ഫാസ്റ്റായിട്ട് വളർന്ന് നമുക്ക് ഈ സ്കാൽപ്പിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് നല്ലതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പറഞ്ഞ് പൊട്ടിച്ചെടുത്ത് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി നിങ്ങൾ ഫ്രിഡ്ജിലിട്ട് സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ കടകളിൽ ഈ ജെല്ലൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ജെല്ലാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നുള്ളൂ. നമുക്കിത് ഇതുപോലെ കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ, ഒരു ഏകദേശം 1.5 മാസം ഇരുന്നാലും കേട് വരത്തില്ല. കുപ്പിയിലേക്ക് ഒഴിക്കാൻ നേരത്തെ സൂക്ഷിച്ചെടുത്ത് ഒഴിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു ജെല്ലി ആയതുകൊണ്ട് പുറത്തേക്ക് ചാടിപ്പോരും. അപ്പോൾ ആ പുറത്തേക്ക് ചാടി പോരുന്ന പോലെ നമ്മൾ തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് എടുത്തിട്ട് സ്കാൽപ്പിൽ കൂടെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ ഫില്ലർ ഉണ്ടെങ്കിൽ ഫില്ലറിലേക്ക് എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തലയിൽ തേക്കുമ്പോൾ ചാടി പോരാത്ത രീതിയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മുടി നല്ല രീതിയിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിലും മാറും, നല്ല തിളക്കവും കിട്ടും, സ്ട്രൈറ്റ് ആയിട്ട് വളരാനൊക്കെ കിട്ടും. ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല് നല്ലതാണ് കേട്ടോ. ഇത് തേച്ചിട്ട് നമ്മൾ സാധാ സോപ്പൊക്കെ ഇട്ട് തല കഴുകളയില്ല, അതുപോലെ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാവേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം കേട്ടോ.